സ്ത്രീകളെ വാ നമുക്ക് ഓടിക്കതച്ച് വാരി വലിച്ചൊരു മേക്കപ്പ് ചെയ്തിട്ട് വേഗം പോവാം. ഇത് എല്ലാ കുന്തങ്ങളും കൂടി ഉള്ള ഒരു ബേസാണ് ഞാനിപ്പോൾ ഇടുന്നത്. മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷൻ ക്രീമും. ഇതിൻ്റെ മുമ്പ് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് സോട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ വാരി വലിച്ചാലും തേക്കാം. നമുക്ക് അറിയാത്തവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തേക്കാൻ അറിയാലോ, അങ്ങനെ വാരി വലിച്ച് തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേക്കുമ്പോൾ കഴുത്തിലും നമ്മളെ കാണുന്ന ഭാഗത്തും തേക്കണം. പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ആ ഐബ്രോൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ ഈ ഡാൻഡ്രഫൊക്കെ വരുമ്പോൾ മാതി മറിച്ചെടുക്കും. പിന്നെ ഒന്ന് ഷേപ്പായിട്ട് വെക്കാനും എന്ന കരിവാരി പിള്ളേരെയൊക്കെ ജനിച്ചപ്പോൾ എഴുതില്ല, അതുപോലെ ഇരിക്കത്തുമില്ല. അതായത് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മൂട്ടിൽ ബ്രഷ് കൊണ്ട് കറക്റ്റ് ചെയ്തൊന്ന് ബ്രഷ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ആദ്യം ഇട്ട ആ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാവും. ഇതിനൊക്കെ പുതിയ പുതിയ പേരുകളൊക്കെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറും ടിൻറ്റും എല്ലാം ഉള്ളതാണ്. പക്ഷേ എന്നാൽ പൊട്ടിയടിച്ച ഫീലും തോന്നില്ല. ലിപ്പ് ലൈനർ ഇടാതെ ഈ രണ്ടിൻ്റെ മിക്സിങ്, ഫേസ് സ്കാനറുടെ രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ മിക്സിങ് അടിപൊളിയാണ്. അത് നിങ്ങൾ തേക്കണാകുമ്പോഴേക്കും കർത്താവേ ഈ ഒരു ലിപ്സ്റ്റിക്കിനാണ് ഈ അടിപൊളി എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. അതിൻ്റെ മുകളിൽ തേക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ. പക്ഷേ ഇതിന് രണ്ടിൻ്റെ കൂടി മിക്സിങ് വേറെ ലെവലാണ്. നമുക്ക് സ്കിന്നൊന്നും കൂടി ഒരു തെളിഞ്ഞ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ നിൽക്കണവരെ തോന്നും. അല്ലാതെ ഈ ലൈറ്റ് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര എടുപ്പ് ഈ ലിപ്സ്റ്റിക്കിന് തോന്നുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തതിൽ ഇട്ട ലിപ്സ്റ്റിക്കാണ്. കുറച്ച് പേര് ചോദിച്ചിരുന്നു ലൈവിൽ. അങ്ങനെ അധികം ലൈറ്റൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ലൊരു കളറ് കിട്ടും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും അടിപൊളിയാവും. പിന്നെ അടിപൊളി സാധനമാണ് ഇത് ഈ സോട്രൂവിൻ്റെ. നമുക്കും ഉണ്ടാവില്ലടാ ഒന്ന് ഫേസൊക്കെ ഒന്ന് തിളങ്ങി കാണാനായിട്ട്. എന്തൊക്കെ വാരി വലിച്ച് തിന്നിട്ടും തിളങ്ങണില്ല. അതെ മൂക്കിൻ്റെ തുമ്പത്ത് നീ നമ്മുടെ കവളിൻ്റെ അവിടെ എല്ലില്ലേ, അവിടെ 2 കുത്ത്, താടിയുടെ അവിടെ എല്ലില്ലേ 2 കുത്ത്, നെറ്റിയുടെ അവിടെ 2 എല്ലുണ്ടല്ലോ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആരും വന്ന് ഇവിടെ കമൻറ്റ് ചെയ്യേണ്ട. ഇതിങ്ങനെ മൂക്കിൻ്റെ നീട്ടത്തിൽ അങ്ങ് ഇങ്ങനെ തേക്കുക. അപ്പം അറ്റത്ത് നല്ല തിളക്കമാണ്. തിളങ്ങാൻ വേണ്ടി തേച്ചതായിട്ട് തോന്നത്തേ ഇല്ല. ഇത് 2 എണ്ണത്തിൻ്റെ പാക്കാണ്. ഈ 2 എണ്ണത്തിൻ്റെ പാക്ക് മീഡിയം സ്കിൻകാർക്ക് ഒരു കുഴപ്പമില്ല. അത് എൻ്റെ സെൻസിറ്റീവാണ്, ഓയിലി സ്കിന്നാണ്, പിമ്പിൾസും വന്നിട്ടില്ല കേട്ടോ. നീ അങ്ങോട്ട് സാധനം കൂടി തേച്ച് കഴിഞ്ഞാലില്ലേ പൊളി കഴിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ലിപ്സ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഔട്ടറായിട്ട് ഒന്നും കൂടി ലിപ്പ് ലൈനർ എന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് പെർഫ്യൂം കേട്ടോ, വേറെ ലെവൽ പെർഫ്യൂമാണത്. അത് ബെല്ല വീറ്റയുടെയാണ്. അത് എനിക്ക് തോന്നുന്നത് കുറേ പേരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണേ, തുണിയൊക്കെ എടുത്ത്. ഇത് തീരാനായി. ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന്. ഇതിൻ്റെ എല്ലാത്തിനും ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്കിത് മോശമാണ് എന്ന് തോന്നിയ ധൈര്യമായിട്ട് എന്നെ തെറി വിളിച്ചോ. പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്.